48 Frames Company welcomes you proudly to our family as an exclusive member, which is inclusive of a royalty badge, early access to videos, follow up for 7 days after counseling, photos and status updates, member only live chats, member shout outs. If interested, click the join button now. Hi, hello, namaste. Welcome to 48 Frames Malayalam. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക് ഈസ് അബൌട്ട് അച്ഛനും അമ്മയും കുട്ടീൻ്റെ മുമ്പിൽ അടി കൂടുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ആ കുട്ടീനെ എഫക്റ്റ് ചെയ്യുക സൈക്കോളജിക്കലി, പിന്നെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സോ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് വെച്ചാൽ ഇപ്പം പേരൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും പേരൻസ് ആവാൻ പോകുന്ന ആൾക്കാർക്കുമാണ് ഇത് യൂസ്ഫുൾ ആയിട്ട് വരിക. അതല്ലാണ്ട് അഡൾട്ട്സ് ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫോർ യു ആസ് വെൽ. സോ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പം അവരുടെ ഇടയിൽ ഡിസഗ്രീമെൻറ്റ്സും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അടികൂടലും എല്ലാം ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പം അത് ഇല്ലാണ്ടിരിക്കാനുള്ളൊരു പോസിബിലിറ്റിയേ ഇല്ല. ഇറ്റ്സ് ക്വൈറ്റ് natural that a couple keeps fighting for certain things. അല്ല, രണ്ട് ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഒക്കെ ഉണ്ടാവും. സോ ഇതുണ്ടാവുമ്പം ആ സമയത്ത് ഒരു കുട്ടിയും കൂടി വീട്ടിലുണ്ടെന്ന് വെച്ചാൽ അവരുടെ മുമ്പിലാണ് നിങ്ങൾ അടി കൂടുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദ ചൈൽഡ്. അതുകൊണ്ടാണ് പണ്ട് മുതലേ ഇപ്പം നമ്മുടെ പേരൻസിനൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ കുട്ടികളുടെ മുമ്പിൽ ഇത് വേണ്ടാന്ന് പറയുന്ന ഡയലോഗ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതാണല്ലോ. സോ വി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് അത് കുട്ടികളെ എഫക്റ്റ് ചെയ്യേണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. സോ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ഏതൊക്കെ ഏരിയയിലാണ് അത് അവർക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. സോ ഹൗ ഡു യു ഐഡൻറ്റിഫൈ ഫസ്റ്റ്? നിങ്ങൾ ദിവസം അടി കൂടുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ദാറ്റ് ദ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് എഫക്റ്റഡ്? അവർ സഡൻലി സൈലൻ്റായി മാറുക, അങ്ങനെ ഒരു ക്യാരക്ടർ കാണുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഷാഠ്യം പിടിക്കുക, അടി കൂടുക, വോയിസ് റേസ് ചെയ്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ദേഷ്യപ്പെടുക, അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദ കിഡ് ഈസ് ഗെറ്റിംഗ് എഫക്റ്റഡ് ഇൻ സം വേ. ഇഫ് ദ ചൈൽഡ് ഈസ് ഗെറ്റിംഗ് നൈറ്റ്മെയർ, രാത്രിയിൽ ദുസ്വപ്നം കാണുക, ഉറങ്ങാൻ പറ്റില്ല, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക അബൌട്ട് ദ ഫൈറ്റ്, ഒരു ഞാൻ കാരണമാണോ ഈ നിങ്ങൾ രണ്ടുപേരും അടികൂടുന്നത്, അടികൂടാണ്ടിരിക്കുക മാറ്റാന്നൊക്കെ പറയുന്ന ലെവലോട്ട് എത്തുകയാണെങ്കിൽ അത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇറ്റ് ഷുഡ് നോട്ട് എഫക്ട് ദം സോ മച്ച് ദാറ്റ് ദ ചൈൽഡ് ഫീൽസ് ഞാൻ കാരണമാണ് അച്ഛനും അമ്മയും അടികൂടുന്നത് എന്നുള്ള രീതിയിൽ വരാൻ പാടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് കൈൻഡ്, എങ്ങനത്തെ ഒരു കപ്പിളാണ് നിങ്ങൾ? ഭയങ്കര അബ്യൂസീവായിട്ട് വോയിസ് റേസ് ചെയ്ത് ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു പേരൻസ് ആയ സമയത്ത് തന്നെ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു കോൺഷ്യസ് എഫേർട്ട് എടുക്കേണ്ട അത്യാവശ്യമാണ്. ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നിങ്ങൾ ഈ ബാഡ് വേർഡ്സും ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി ഒരുപാട് ചെറിയ കുട്ടികളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇതുപോലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക ഒബ്സർവ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യും. സോ അവരെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അവരൊരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ സംഭവിക്കുക, അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു സാധനം നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒച്ചയിട്ടാൽ അടി കൂടിയാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുക. സോ അവരുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. ബിക്കോസ് ഗ്രോയിങ് അപ്പ് ഇയേഴ്സിൽ അവർ കാണുന്നത് രണ്ടാൾക്കാർ അടി കൂടിയതിന് ശേഷം അവർക്ക് വേണ്ടത് കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അവർക്ക് ഒരു ഫിയർ അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. കല്യാണം കഴിച്ചാൽ അടി കൂടും. ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ഒരാൾ കുറച്ചും കൂടി സ്മാർട്ട് ആൻഡ് ആക്റ്റീവ് ആണെങ്കിൽ ഇത് അടി കൂടുന്ന ടൈപ്പാണോ, ഇവരെ പോലെ എൻ്റെ ലൈഫ് ആവുമോ എന്നില്ല ഒരു പേടിയിലായിരിക്കും. ഒരു റിലേഷൻഷിപ്പിൽ ഓൾവേസ് ഒരു ജിറ്ററി ഫീലിംഗ് ഉണ്ടാവും. ഫൈറ്റ്സ് ഉണ്ടാവുമോ, കല്യാണം കഴിച്ച ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ കപ്പിൾസ് ആയിരിക്കുമ്പം ഡേറ്റിംഗ് ചെയ്യുമ്പോൾ അടി ഉണ്ടാവുമോ എന്നുള്ള ഒരു ഫിയർ ഓഫ് ഫിയർ ഓഫ് സീയിങ് അഗ്രസീവ് ബിഹേവിയർ ഫ്രം ദ പാർട്ട്ണർ. ആ ഒരു ഫിയർ എപ്പോഴും ഉണ്ടാവും. പിന്നെ ലോ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യും. മെയിൻലി ഇവർക്കൊരു കൺഫ്യൂഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കാരണമാണോ ഇവർ അടികൂടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനൊരു ആൻസർ ഇല്ല. സോ ദേ ട്രൈ ടു തിങ്ക് ഇവർ അടികൂടിക്കൊണ്ടേയിരിക്കുന്നു, ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ പറ്റില്ല, ഇവർ അടികൂടുമോ അവരുടെ മുമ്പിൽ നിന്നൊക്കെ വിചാരിച്ച് വെൻ ദേ സീ അറൗണ്ട് അവർക്ക് വേറെ ആൾക്കാരൊന്നും അങ്ങനെ കാണുന്നുണ്ടാവില്ല. നിങ്ങളെ കാണുന്ന അത്രയും സമയം വേറെ ആൾക്കാർ അവർ കാണാൻ പറ്റില്ലല്ലോ. സോ വാട്ട് ദേ തിങ്ക് ഈസ് എൻ്റെ വീട്ടിൽ മാത്രമാണ് ഇതുപോലത്തെ പ്രശ്നം, ഞാൻ കാരണമാണ് ഇതൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് ദിയർ സെൽഫ് എസ്റ്റീം വിൽ ബി വെരി ലോ. ഓക്കെ, സോ ജനറലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർ ഒരു
കൗച്ചിലോട്ട് ഐ മീൻ കോൺച്ചിലോട്ട് ലൈക്ക് ദേ ട്രൈ ടു വിഡ്രോ ദംസെൽസ്. വേണ്ട, എല്ലാവർക്കും അറിഞ്ഞാലോ, എങ്ങനെ ഞാൻ ആൾക്കാരോട് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പറയാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ വിഡ്രോൺ ആയിട്ട് ഒറ്റയ്ക്കിരിക്കുക, ലോൺലി ആയിട്ടിരിക്കുക, ആൾക്കാരുമായിട്ട് അങ്ങനെ വലുതായിട്ട് മിങ്കിൾ ചെയ്യാണ്ടിരിക്കുക. ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ കാണും കേട്ടോ, ഇഫ് ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദം. സോ ഞാൻ പറയാൻ വന്നത് അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ആങ്സൈറ്റി ഉണ്ടാവും. ബിക്കോസ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് പേടിയാണ്, ഇത് ഏത് ലെവൽ വരെ ഇവർ രണ്ടുപേരും അടി കൂടും എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഏജിൽ തന്നെ വളരെയധികം ആങ്ഷ്യസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അവർക്ക് എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങും. സൈക്കോസൊമാറ്റിക് എന്ന് തന്നെ പറയാം. മൈൻഡ് ഹേർട്ട് ആയിട്ട് വെറുതെ അവർക്ക് എവിടെയൊക്കെയോ വേദനകളൊക്കെ പറയാൻ തുടങ്ങും. ബിക്കോസ് they also start lying. വേറൊരു കാര്യം കൂടിയുണ്ട്, they will also start lying. അവർ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. ബിക്കോസ് നിങ്ങളുടെ ഒരു ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവർ വെറുതെ പറയും തലവേദനയാണ്, വയറുവേദനയാണെന്നൊക്കെ കള്ളം പറയാൻ തുടങ്ങും. സോ ഇതൊരു കോൺസ്റ്റൻ്റ് ഒരു വാറാണ് അവർക്ക്. ഇത് എന്താ ചെയ്യാന്നുള്ളത് ഒരു ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്. ഇവരെന്തിനാണ് അടികൂടുന്നത്, ഞാൻ കാരണമാണോ, ഇനി അടികൂടി എന്തെങ്കിലും പ്രശ്നമാവോ, ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് ചില പേരൻസിന് ഒരു ഹാബിറ്റ് ഉണ്ട്, വാട്ട് ദേ ഡു ഇസ് ഈ അടീൻ്റെ ഇടയിൽ അച്ഛനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അമ്മയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ടിടും. സോ ദേ ആർ ലിറ്ററലി ടോൺ അപ്പാർട്ട്. അപ്പോൾ അവരുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ബിക്കംസ് വെരി വീക്ക്. ദേ ആർ ഇമോഷണലി വൾണറബിൾ പീപ്പിൾ ആയിട്ടാണ് അവർ ഗ്രോ ചെയ്യാൻ പോണത്. സോ വെൻ എവർ ഐ എം നോട്ട് സേയിങ് കപ്പിൾസ് ഡോണ്ട് ഫൈറ്റ്, നിങ്ങൾ ഫൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കുട്ടി വന്നതിന് ശേഷം യു ഷുഡ് നോ ഹൗ ടു മാനേജ് ഇറ്റ്. അതും നിങ്ങളൊരു ഇൻ്റലക്ച്വലി മാനേജ് ചെയ്യണം. വാട്ട് ഐ എം സേയിങ് ഇസ് ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ലൈഫിൽ ഉണ്ടോ എന്നുള്ള കാര്യം കുട്ടിക്ക് അറിയണം. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനി ഡിസഗ്രിമെൻറ്റ്. പക്ഷേ ഈ ഡിസഗ്രിമെൻറ്റിനെ നിങ്ങൾ വോയിസ് റേസ് ചെയ്താലുമേ ഇതിനെ കൺക്ലൂഡ് ചെയ്തു, നമ്മൾക്ക് വേണ്ടുന്ന ആൻസർ കിട്ടി, അത് എങ്ങനെയാണ് കിട്ടിയത്. ഇപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും വീണ്ടും സ്നേഹം തന്നെയാണ് എന്നുള്ള കാര്യങ്ങളും ഈ കുട്ടിക്ക് അറിയണം. സോ വാട്ട് ഹി ഓർ ഷീ വിൽ ലേൺ ഇസ്, ഇവർ രണ്ടുപേരും ഒച്ചയിട്ടാലും ഷൗട്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടും എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ദേ ഹാവ് കം ടു എ കൺക്ലൂഷൻ. അതിനുശേഷം ലവ് കണ്ടിന്യൂസ്. അവരുടെ തമ്മിൽ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകണം. സി വാട്ട് ഐ എം സേയിങ് ഇസ്, ഒരു ചൈൽഡിൻ്റെ ഒരു ഫോമാറ്റീവ് ഇയേഴ്സ് ഉണ്ടാവില്ലേ, ആ സമയത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മോഡ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് അതിന് കുറച്ചും കൂടി മെച്ചോർഡ്ലി നോക്കേണ്ട ആവശ്യമുണ്ട്. ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ഈ കുട്ടികൾ അതൊക്കെയാണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പോണത്. സോ വൺസ് ദേ സ്റ്റാർട്ട് സീയിങ് യു യൂസിങ് ബാഡ് വേർഡ്സ്, ബിഹേവിങ് ഇൻ എ വയലൻറ്റ് മാനർ, ഇതൊക്കെ ഇവർ ഏത് ചെയ്യുന്നതാണ്. ദിസ് ഈസ് റോങ്. ദേ വിൽ നോട്ട് നോ വാട്ട് ഈസ് നോർമൽ ആൻഡ് വാട്ട് ഈസ് നോട്ട് നോർമൽ. ഇപ്പോൾ അവർ വിചാരിക്കാൻ പോണത് ഇത് നോർമൽ ലൈഫ് ഇങ്ങനെയാണ്. വെൻ ദേ ഗ്രോ അപ്പ് ഐ എം സേയിങ് either they can be two extremes. Okay, onno they will get scared of marriage, scared of relationship, scared of living a normal ഒരു ലൈഫ്, like how the societal bound ഉള്ള പോലെ they will not be able to go as per how the society has been this far. But on the other end they might end up aping what the parents are doing. എന്നാൽ അവരുടെ പാർട്ട്ണറുമായിട്ട് വയലൻ്റായി ബിഹേവ് ചെയ്യുക, ആങ്കർ, അടികൂടുക, ഇതൊക്കെ സെയിം ആയിട്ട് അവർ റിപ്പീറ്റ് ചെയ്യാൻ മതി. ബിക്കോസ് ദേ തിങ്ക് ദിസ് ഇസ് ഹൗ നോർമൽ ലൈഫ് ഈസ്. അവരുടെ ഒരു മനസ്സിലുള്ള ഓർമ്മകൾ മൊത്തം ഇതുപോലെ ആയിരിക്കും. സോ ദീസ് ആർ ദ ഫ്യൂ തിങ്സ് ദാറ്റ് ഐ വാണ്ടഡ് ടു ടെൽ യു. സോ ഇഫ് അറ്റ് ഓൾ യു ആർ സീയിങ് കുട്ടീസ് ഓൾ ഓഫ് എ സഡൻ സൈലൻ്റ് ആയിരിക്കുകയാണ്, ഫ്രണ്ട്സ് ഒന്നുമില്ല, സ്കൂളിൽ പോവുകയാണെങ്കിൽ എപ്പോഴും അടികൂടുകയാണ്, സ്റ്റഡീസിൽ വലിയൊരു കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, സ്റ്റഡീസിൽ വലുതായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ്, ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, പിന്നെ വീണ്ടും ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് മീ ദാറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇമീഡിയറ്റ്ലി ആക്ട്. ഇപ്പം ചില സമയത്തൊക്കെ പറയാറില്ലേ, അടികൂടുന്ന പേരൻസിനേക്കാളും സമാധാനമായിട്ടുള്ള സെപ്പറേറ്റ് ജീവിക്കുന്ന പേരൻസിനൊപ്പം ആയിരിക്കും കുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന്. അതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഇത്. ബിക്കോസ് ഇമോഷണലി വല്ലാണ്ട് എന്താ പറയുക, they will not be stable with emotions. അവരുടെ കോൺഫിഡൻസ് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും, സെൽഫ് എസ്റ്റീം എഫക്റ്റഡ് ആണ്. സോ ഇഫ് അറ്റ് ഓൾ you can avoid or if you are matured enough ഇതിൻ്റെ ഫുൾ കംപ്ലീഷൻ കാണിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ വാക്കുകളിനെ സൂക്ഷിക്കാം. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ വാണ്ട് ടു ടെൽ യു. ഫൈറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ചിൽഡ്രൻ ഹാസ് ഡെഫിനറ്റ്ലി ഗോട്ട് എ നെഗറ്റീവ് ഇമ്പാക്റ്റ്. നിങ്ങൾ
അതിൻ്റെ സൊല്യൂഷനും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദി ചൈൽഡ് ടു എ ഗ്രേറ്റ് ഡീൽ. സോ ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു സേ. ചെറിയൊരു ചിറ്റ് ചാറ്റ് മാത്രം വിചാരിച്ചാൽ മതി. സോ ദിസ് ആർ ഫ്യൂ തിങ്സ് ഐ വാണ്ടഡ് ടു സേ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ.